ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ. ഇന്ന് നമുക്ക് പലർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ. എന്റെ കയ്യിലിരിക്കുന്നത് കണ്ട, ഇതാണ് നമ്മുടെ പാളയംകോടൻ വാഴയുടെ പിണ്ടി നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഡെയിലി 5 ദിവസം കഴിക്കണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചേക്കണത്. അപ്പൊ നമ്മൾ അതിൽ അത്രയും പോകുന്ന ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് പറ്റാവുന്നത് എടുക്കുക. അത്രയും പോകുന്ന പീസ് എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് വേണം കേട്ടോ നമ്മൾ അടിച്ചെടുക്കാൻ. ഈ പിണ്ടി മാത്രം അരിഞ്ഞിട്ടിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് അതിന്റെ നീര് പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിക്കല്ലുള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റ് ഒരു മരുന്നാണ് കേട്ടാ. ഏട്ടൻ ഇവിടെ ഒരു 10 കൊല്ലം മുമ്പ് വയറുവേദനയൊക്കെ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോ മൂത്രത്തിക്കല്ലാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ മരുന്നൊക്കെ കഴിച്ച് മാറണ്ടായപ്പോ നമ്മളിത് ഇതുപോലെ പിണ്ടിയൊക്കെ പിഴിഞ്ഞ് കുടിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് മാറി കിട്ടിയതായിരുന്നു. ഇപ്പൊ ആള് വീണ്ടും വയറുവേദനയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും വെള്ളം കൂടി കുറഞ്ഞത് കൊണ്ട് മൂത്രത്തിക്കല്ല് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു 5 ദിവസം പിണ്ടിയൊക്കെ പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ വേഗം മാറി കിട്ടും. അതും വെറും വയറ്റിൽ വേണം ട്ടോ കഴിക്കാനായിട്ട്. 5 ദിവസം നമുക്ക് പറ്റാവുന്നിടത്തോ അത്രയും കുടിച്ചാൽ മതി. ഒരുപാടൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല ട്ടാ. ഒരു ഗ്ലാസ് ആയാലും കുടിച്ചാൽ മതി. നമുക്ക് പറ്റാവുന്നത് കുടിച്ചാൽ മതി ട്ടാ. ഏട്ടന് ഇപ്പൊ ഇവിടെ അത് കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 ദിവസമായിട്ട് ആൾക്ക് നല്ല കുറവുണ്ട്. ഫസ്റ്റത്തെ ദിവസം തന്നെ കഴിച്ചപ്പോ ആൾക്ക് കുറവുണ്ടെന്ന് ആള് പറഞ്ഞായിരുന്നു ട്ടാ. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും മൂത്രത്തിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പാളയംകുടൻ പിണ്ടിയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മൂത്രത്തിക്കല്ലൊക്കെ മാറി നമുക്ക് വയറുവേദനയൊക്കെ മാറി നല്ല സുഖാവൂട്ടാ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് ഒരുപാട് കാശ് മുടക്കൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് അധികം ചെലവൊന്നും ഇല്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതിന് ഇപ്പൊ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതെ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്താ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ എന്താ ഏട്ടനെ കാണാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ശരിയാണ്, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഏട്ടനെ അധികം വീഡിയോയിലൊന്നും കാണണില്ല അല്ലെ. ഏട്ടൻ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. നമ്മൾ എന്തായാലും വീഡിയോ ഇടല് മുടക്കണമൊന്നുമില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്. എന്നെ അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ട്ടാ. ഇനി അങ്ങോട്ട് കുറെ നേരം നമ്മളുടെ ഇവിടത്തെ വീട്ടിൽ വെച്ച് വീഡിയോ ഒന്നും പിടിക്കാനുള്ള സമയം നമുക്കില്ല. നമുക്ക് ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ അങ്ങോട്ട് ഓടി പോകാനായിട്ട്. അപ്പൊ നമ്മളുടെ രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്ടാ. അപ്പോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാട്ടോ.